എന്തായാലും മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്തതോടുകൂടി അത് പ്രത്യേകിച്ച് അദ്ദേഹം ദേവസ്വത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്നു. ദേവസ്വത്തിൻ്റെ വലിയ റോൾ അദ്ദേഹം ആറന്മുള ക്ഷേത്രത്തിലുണ്ടായിരുന്നു, മറ്റ് നിരവധി ക്ഷേത്രങ്ങളിലുണ്ടായിരുന്നു. അദ്ദേഹം അവിടെ നിന്നെല്ലാം ഓരോ ലെവലിൽ ഡെപ്യൂട്ടി കമ്മീഷണർ ലെവലിൽ അങ്ങനെ ഓരോ ലെവലിലേക്ക് പടിപടിയായി ട്രാൻസ്ഫർ കിട്ടി, അല്ലെങ്കിൽ പ്രൊമോഷൻ കിട്ടി. അവസാനമാണ് ഇവിടെ ശബരിമലയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ. ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എന്നൊക്കെ പറഞ്ഞാൽ വളരെ വലിയ സ്വാധീനമുള്ള ആ വ്യക്തിയാണ്. ശബരിമലയിലേക്ക് സ്വാധീനമുണ്ട്, ജനങ്ങളുടെ ഇടയിൽ സ്വാധീനമുണ്ട്, മുതലാളിമാരുടെ ഇടയിലൊക്കെ വലിയ സ്വാധീനമുള്ള വ്യക്തിയാണ്. ചെറിയ പോസ്റ്റല്ല. പ്രത്യേകിച്ച് നായർ സർവീസ് സൊസൈറ്റിയുടെ പെരുന്ന പിന്നെ കരയോഗത്തിൻ്റെ നേതാവുമൊക്കെയാണ്. അപ്പം വലിയ ആളാണ്, ചെറിയ ആളല്ല ഈ മുരാരി ബാബു, ചെറിയ മീനല്ല. എങ്കിലും ഇതിനേക്കാൾ വൻപൻ സ്രാവുകൾ ഉണ്ട് ഇനി വരാൻ. പ്രത്യേകിച്ച് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ കിടക്കുന്നു, മന്ത്രിമാരുണ്ട്, ഒത്തിരി പേരുണ്ടല്ലോ ഇനി പുറത്ത്. അവരെല്ലാം ശരിയാണോ തെറ്റാണോ, ഇതിലുണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ വേറെ വിഷയം. പക്ഷേ എന്തായാലും വൻ സ്രാവുകൾ പുറത്തുണ്ട്. കുറ്റാരോപണം ഇപ്പം ഇതെല്ലാം നടക്കുമ്പോൾ പത്മകുമാർ പ്രസിഡന്റ് ആയിരുന്നല്ലോ, പത്മകുമാർ ഒന്നും അറിയാതെയാണ് ഇതെല്ലാം നടന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും. കാരണം സ്വാഭാവികമായി ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ, ഇത്രയും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ശബരിമല ചെയ്യുമ്പോൾ ആരെങ്കിലുമൊക്കെ അത് ദേവസ്വം പ്രസിഡന്റിന്റെ ശ്രദ്ധപ്പെടുത്തി കാണുമല്ലോ.